ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അവർക്കൊരിക്കൽ കൂടി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന സാധനം നല്ല അടിപൊളി വാറ്റ് സാധനമാണ്. സാധാരണ വാറ്റല്ല, നല്ല ഒരു ഫ്രൂട്ട്. നമുക്കൊക്കെ സാധാരണ ഇതിൽ അറിയപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് സബ്രജിൽ നമ്മുടെ നാട്ടിലൊക്കെ. അതിൻ്റെ തന്നെ വർഗത്തിൽപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് അതായത് പേർന്നാണ് ഇവിടെ UK യൂറോപ്പിലൊക്കെ അറിയപ്പെടുന്നത്. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ സബ്രജിലിൻ്റെ അതേ വർഗം തന്നെയാണ്, അതേ സാധനം തന്നെയാണ്. ഒരുപാട് മധുരമില്ല, എന്നാൽ ജസ്റ്റ് ഒരു വെള്ളക്ക കടിക്കുന്ന പോലൊരു ഫീല്. നല്ല സാധനമാണ്. ഹെൽത്തി വേസിലാണെങ്കിലും നല്ല സാധനമാണ്, വാറ്റാനാണെങ്കിലും നല്ല സാധനമാണ്. എന്താണ് ഇന്നത്തെ ഈ വാറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മുടെ സാധാരണ മൗണ്ടൻ ഡ്യൂ ഉപയോഗിച്ച് ഒന്ന് അടിച്ച് നോക്കാം. ഓക്കെ, സാധാരണ വാറ്റെന്ന് പറഞ്ഞാൽ കഴിച്ചിട്ടുള്ളവർക്കറിയാം, വാറ്റിൻ്റെ ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ്. അത് എത്രത്തോളം വിസ്കി ആണെങ്കിലും ബ്രാൻഡി ആണെങ്കിലും റമ്മാണെങ്കിലും ഒക്കെ ആണെങ്കിലും 100% ജെന്യൂൻ ആയിട്ടുണ്ടാക്കിയ വാറ്റെന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. ഓക്കെ, സബിന് ഒട്ടും താമസിക്കണം, നമുക്ക് അതിലേക്ക് കാര്യം ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. വെൽക്കം ടു മൈ ചാനൽ. ഐ ആം ജോബി വയലിങ്കൽ. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെയുണ്ട്. ഇതാണ് നമ്മുടെ വാറ്റ് പേർ എന്ന് പറഞ്ഞ, അതായത് നമ്മുടെ സാധാരണ സബ്രജിൻ്റെ മറ്റൊരു വർഗ്ഗമായ ഈ പേർ എന്ന് പറയും. ഈ സാധനത്തിൻ്റെ വാറ്റ് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തെ ആൽക്കഹോൾ പേഴ്സൻ്റ് ഇവർ ചെയ്തിട്ടുണ്ട്. 40% ആൽക്കഹോൾ. പിന്നെ ഒരു കാര്യം കൂടി ഇതിന് വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് ഡിസ്റ്റിൽ ചെയ്തിരിക്കുന്നത് സാധാരണ ട്രഡീഷൻ രീതിയിൽ തന്നെയാണ് ഡിസ്റ്റിൽ ചെയ്തേക്കുന്നത്. സാറിന് നമുക്കറിയാം ഇന്നത്തെ ഡിസ്റ്റിലിംഗ് രീതി അറിയാം, അതൊന്നുമല്ല. സാധാരണ ഒരു ട്രഡീഷൻ രീതി എങ്ങനെയാണ് വാച്ച് ഉണ്ടാക്കുന്ന ആ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വ്യക്തമായിട്ട് ഇവിടെയും ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത് വെച്ച് നമുക്കൊരു ചെറിയൊരു കോക്ടെയിൽ ആദ്യം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ബേസിക്കലി സാധനങ്ങളിൽ ഒന്ന് നമ്മുടെ സാധാരണ ഉപ്പാണ്. നമുക്കത് ഒരു അല്പം ഉപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഒരു ഫ്ലാറ്റായിട്ടുള്ള ഒരു പ്ലേറ്റിലിട്ടിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ്സിൽ ഒരല്പം ഐസ് ക്യൂബും അതോടൊപ്പം തന്നെ നമ്മുടെ നാരങ്ങയുടെ ചെറിയ സ്ലൈസും എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നു ഈ നാരങ്ങയുടെ സ്ലൈസ് ഒരു വെറ്റ് വശം ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നു. ഈ ഗ്ലാസിൻ്റെ ഈ വക്ക് ഒന്ന് ശരിക്കും ഒന്ന് എന്താണ് പറയുന്നത്, ഒന്ന് വെറ്റാകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു പുളിയും കിട്ടും. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് നേരെ ഈ ഗ്ലാസ് നമ്മുടെ ഉപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നു. ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഈ പോർഷൻ മുഴുവൻ ഉപ്പ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നാരങ്ങയുടെ ആ ഫ്ലേവറും വന്നിട്ടുണ്ട്. സോ ഓൾറെഡി 2 ഫ്ലേവർ ഇതിൻ്റെ ടിപ്പിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ഫ്ലേവർ ആഡ് ചെയ്താൽ മാത്രം മതി. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആഡ് ചെയ്യുന്ന സാധനം മറ്റൊന്നുമല്ല, നമ്മുടെ വാറ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് പൊട്ടിക്കാം. ഇത് ആക്ച്വലി ഇത് മെയ്ഡ് ഇൻ ഫ്രം ജർമ്മനിയാണ്. നമുക്ക് UK ഇത് മേടിക്കാൻ കിട്ടുന്ന മാത്രമേ ഉള്ളൂ. ജർമ്മൻ മെയ്ഡാണിത്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഒരു 90 ആദ്യം തന്നെ ഒഴിക്കാം. നമുക്ക് ഈ ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു 90 കൂടെ നമുക്കൊരു 30 കൂടെ ഒഴിച്ചാൽ ഒരു സുഖം കിട്ടുള്ളൂ, ഒരു ഫീൽ കിട്ടുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് 90 + 30 കൂടെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ല കട്ടിയിൽ ഇവിടെ സാധനം വന്നിട്ടുണ്ട്. അതിന് സ്മെല്ല് നോക്കിയാൽ തന്നെ നല്ല സ്മെല്ലാണ്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിന് ശേഷം ഞാൻ ഉപയോഗിക്കുന്നത് വേറെ ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ട് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇനി നമ്മൾ ഉപയോഗിക്കുന്ന സാധനം വേറെ ഒന്നുമല്ല, സാധാരണ നമ്മുടെ ഐസ് ക്യൂബ്. മാക്സിമം എത്രത്തോളം ഐസ് ക്യൂബ് ഇടാൻ പറ്റുമോ അത്രത്തോളം ഐസ് ക്യൂബ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യണം. മാക്സിമം ഐസ് ക്യൂബ് ആഡ് ചെയ്യാം, കാരണം നമുക്ക് എത്രത്തോളം ഫ്ലേവർ കിട്ടുന്ന അത് നല്ല ഒരു ഹെൽപ്പാണ്. അപ്പോൾ ഐസ് ക്യൂബ് മാക്സിമം ആഡ് ചെയ്യുക. അതിൻ്റെ തണുത്ത വെള്ളം കൂടി അല്പം ഒഴിച്ചു. അതിനുശേഷം ഞാനിടുന്നത് ഒരു നാരങ്ങയുടെ ജസ്റ്റ് ഒരു പീസാണ്. അത് ഞാൻ വേറെ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് അതേപടി ഞാൻ ആഡ് ചെയ്തു. ഒരൊറ്റ പീസ് മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ, കാരണം ഇത് ചെറിയ ഗ്ലാസ് ആയതുകൊണ്ട് ഒറ്റ പീസിൻ്റെ ആവശ്യമുള്ളൂ. ഇനി ഞാൻ അവസാനമായിട്ട് ചെയ്യാൻ പോകുന്ന സാധനം വേറെ നമ്മുടെ സാധാരണ മൗണ്ടൻ ഡ്യൂ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ഒരു ടിപ്പിക്കൽ ഫ്ലേവർ ആയിട്ടുള്ള സാധനമാണ്. 7up പോലെ തന്നെ വേറൊരു ഫ്ലേവറുള്ള സാധനമാണ്. പക്ഷേ ഇതിൻ്റേതായ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് ആഡ് ചെയ്യാം. ഒരല്പം മാത്രം ആഡ് ചെയ്താൽ മതി. സാധാരണ മൗണ്ടൻ ഡ്യൂവിന് നമ്മുടെ ലെമണേഡെ അപേക്ഷിച്ചിട്ട് കളർ വ്യത്യാസമുണ്ട്. ലെമണേഡ് പ്യൂർ വൈറ്റ് ഒക്കെ ആണെങ്കിൽ ഇത് ഒരല്പം യെല്ലോയിഷ് കളർന്ന ഒരു കളറാണ് ഈ സത്യം പറഞ്ഞാൽ മൗണ്ടൻ ഡ്യൂവിന്. അത് ആ കളറാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത്ര ആയ സ്ഥിതിക്ക് വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം. മിക്സ് ചെയ്യുമ്പോൾ ഈ സൈഡിലുള്ള ഉപ്പിലൊന്നും
കയ്യോ അല്ലെങ്കിൽ ഈ സ്പൂണോ ഒന്നും പറ്റാൻ പാടില്ല. സോ ഇപ്പം നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സിമ്പിളായിട്ടുള്ള നമ്മുടെ വാറ്റിൻ്റെ കോക്ടെയിൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവനെ ഒന്ന് കഴിച്ച് നോക്കിയാൽ മാത്രം മതി. വാറ്റ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്ന കോക്ടെയിൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കഴിക്കാം. അതിന് മുമ്പ് നമുക്ക് ഈ വാറ്റ് തന്നെ അതേപടി തന്നെ എടുത്ത് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കാം. കോർക്കൊണ്ടാണ് അടച്ചത്. സ്മെല്ല് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് വാറ്റ് എടുത്താലും ഓൾമോസ്റ്റ് നല്ല ഫ്രൂട്ട് ഇട്ട് ഉണ്ടാക്കിയേക്കുന്ന ഏത് വാറ്റ് എടുത്താലും അതിന് ബേസിക് ആയിട്ടുള്ള ഒരു ടിപ്പിക്കൽ സ്മെല്ലുണ്ട്. നമുക്കറിയാം, സ്പിരിറ്റിൻ്റെ സ്മെല്ല് നമുക്കറിയാമല്ലോ. എന്നും പറയുന്ന പോലെ ഒരു പ്രത്യേക ഒരു ടിപ്പിക്കലായിട്ടുള്ള ഒരു സ്മെല്ലുണ്ട് ഏത് വാറ്റെടുത്താലും. പിന്നെ അതിനകത്ത് ആടാകുന്ന മറ്റ് സ്മെല്ല് എന്താണെന്ന് വെച്ചാൽ എന്ത് സാധനം ഉപയോഗിച്ചിട്ടാണോ അത് വാറ്റുന്നത് അതിൻ്റെ ഒരു സ്മെല്ല് വരും. ഇതിനെ സംബന്ധിച്ചോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പേർ ഉപയോഗിച്ചിട്ടാണ് ഇത് വാറ്റിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് ഇതിൻ്റെ അകത്തുണ്ട്. ഇനി നമ്മുടെ നാട്ടിൽ കൈതച്ചക്ക, അതല്ലെങ്കിൽ ആപ്പിള്, അതല്ലെങ്കിൽ പറയുന്നത്, അങ്ങനെ എന്ത് സാധനം ഇട്ട് വാറ്റിയാലും ആ ഒരു ഫ്രൂട്ടിൻ്റെ ഫ്ലേവർ വരും, മണവും വരും. ഇനി ഈ പറഞ്ഞ പോലെ ലോക്കലി ഉഡായിപ്പ് രീതിയിലൊക്കെ ഉണ്ടാക്കുന്ന കാര്യത്തെപ്പറ്റി എനിക്കറിയില്ല. ഞാനീ പറഞ്ഞ ട്രഡീഷണലായിട്ട് പക്ക നല്ല വാറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം ആ ഒരു സ്മെല്ലുണ്ട്. ഇനി നമുക്ക് ബേസിക്കലി ഒന്ന് കുടിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, വാറ്റ് എന്ന് പറഞ്ഞ സാധനം അതൊരു സാധനം തന്നെയാണ്. അതിനെ കവച്ച് വെക്കാൻ നമ്മുടെ വിസ്കിക്കോ ബ്രാൻഡിക്കോ റാമിനോ അങ്ങനെ ഒന്നിനും പറ്റില്ല എന്ന് വേണം പറയാം. കാരണം ട്രഡീഷണൽ രീതിയിൽ പക്ക ഉണ്ടാക്കിയ സാധനമാണെങ്കിൽ പക്ക സാധനമാണ്. ഇതിനെ സംബന്ധിച്ച് ഞാൻ നോക്കിയിട്ട് നല്ല 40% ഉള്ള നല്ല കട്ടിയാണ്, അത്യാവശ്യം കട്ടിയാണ്. അതോടൊപ്പം തന്നെ ഈ സ്മെല്ലുണ്ട്, നല്ല ആ ടേസ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. അത് കുടിക്കാൻ മറ്റൊരു ഗുണമുണ്ട്. നമ്മളത് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിൽ ഒരു 3-4 സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്ത ശേഷം സാവധാനം ഇറക്കി കഴിയുമ്പം സാവധാനം അതിങ്ങനെ ചെറുതായിട്ട് എരിഞ്ഞിറങ്ങിപ്പോകും. ഒരുപാട് കത്തലൊന്നുമില്ല, ജസ്റ്റ് എന്ന് എരിഞ്ഞു പോകും. സോ അതാണ് വാറ്റിൻ്റെ ഒരു പ്രത്യേകത. സാവധാനം ചെറിയൊരു എരിച്ചിലോട് കൂടി പോകും. അതങ്ങനെ വേണം, എങ്കിലേ അതിൻ്റെ ഫീല് കിട്ടുള്ളൂ സാധാരണ രീതിയിൽ. അപ്പോൾ എന്നാലും ഇത് എനിക്ക് സൂപ്പറാണ്. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഇനി കുടിക്കുന്നില്ല. നമുക്ക് കോക്ടെയിൽ ഉണ്ടാക്കി വെച്ച സാധനം എടുത്ത് കഴിക്കാം. അപ്പോൾ അതിലേക്ക് ഇച്ചിരി ഫീലെന്ന് എനിക്ക് തോന്നേ. അപ്പോൾ അതാ നമുക്ക് റെഡി ആയിരുന്നു, നമ്മുടെ കോക്ടെയിൽ റെഡി ആയിരുന്നു. സൂപ്പറാട്ടോ. ഒരല്പം കുടിച്ചപ്പം നമുക്ക് എന്തോ ഒരു ഫീൽ പോലെ തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാ കോക്ടെയിലിൻ്റെ അകത്ത് എല്ലാ സംഭവങ്ങളും റെഡി ആയിട്ടുണ്ട്. ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ ഉപ്പും അതോടൊപ്പം തന്നെ നാരങ്ങ നീരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കൊള്ളാം. ഇപ്പോൾ എൻ്റെ വായി വന്ന ഫ്ലേവറുകൾ എന്ന് പറഞ്ഞാൽ പലതരം ഫ്ലേവറാണ്. എന്നാ അറിയോ, ഒന്ന് നമ്മൾ ഈ അറ്റത്ത് തേച്ചേക്കുന്ന ഉപ്പിൻ്റെ ടേസ്റ്റ്, അതോടൊപ്പം തന്നെ ലെമൺ ജ്യൂസിൻ്റെ ടേസ്റ്റ്, നമ്മുടെ വാറ്റിൻ്റെ ടേസ്റ്റ്, ഇതിൻ്റെ അത് ഇട്ടിരിക്കുന്ന ലെമൻ്റെ പീസിൻ്റെ ടേസ്റ്റ്, പിന്നെ മൗണ്ടൻ ഡ്യൂവിൻ്റെ ടേസ്റ്റ്. സോ ഇത്രയും കൂടെ ഒരേ സമയത്താണ് നമ്മൾ ഒരു സിപ്പ് എടുക്കുമ്പോൾ കിട്ടണം. സോ ആദ്യത്തെ സിപ്പ് എടുത്ത് കഴിയുമ്പോൾ ഇവിടുത്തെ ഈ പറഞ്ഞ ഉപ്പ് കാര്യങ്ങളെല്ലാം കൂടെ നമ്മുടെ വായിലേക്ക് വരും. സോ രണ്ടാമത് സിപ്പ് എടുക്കുമ്പോൾ ഒരിക്കലും അവിടെ നിന്ന് എടുക്കരുത്. രണ്ടാമത് ഈ ഉപ്പുള്ള വശം തന്നെ എടുക്കണം. ഒരുപാട് ഉപ്പൊന്നും നമ്മുടെ ശരീരത്തിലേക്ക് വരില്ല. ആദ്യം മനസ്സിലാക്കിയാൽ ഇപ്പം ആദ്യം തന്നെ ചിലപ്പോൾ കമൻറ്റ് വരുന്നത് ഉപ്പ് മുഴുവൻ ഇതിന് കൂടെ കുടിക്കാൻ പറ്റില്ല, ഇങ്ങനെ ഉപ്പ് മുഴുവൻ കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെയൊന്നുമില്ല. ഒരല്പവും ഒരു ടേസ്റ്റ്, ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ്, ഒരു ഫ്ലേവർ ഒക്കെയാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇത് കുടിച്ചാൽ തലയ്ക്ക് മുഴുവൻ അടിയേറ്റവരെ നമ്മൾ അതിലേക്കൂടെ ഇഴഞ്ഞ് നടക്കും എന്നുള്ള രീതി വെച്ചിട്ടല്ല ഞാനീ പറയുന്നത്. ഞാനീ പറയുന്നത് നമ്മളെപ്പോഴും ഒന്ന് റീഫ്രഷ് ആകാൻ വേണ്ടി, ടയേർഡാകുമ്പോൾ ഒന്ന് റീഫ്രഷ് ആകാൻ വേണ്ടി 2 എണ്ണം അടിക്കുക. ഒരു ഫീൽ കിട്ടും, ഒന്ന് ജസ്റ്റ് ബോഡി മൊത്തം ഒന്ന് റിലാക്സ് ആവും. നമ്മുടെ ഭയങ്കര ടയേർഡായിട്ടിരിക്കുന്നത് നമ്മുടെ ബോഡിയൊക്കെ ആ സ്റ്റിഫ്നെസ് അതൊക്കെ ഒന്ന് മാറി ഒന്ന് ലൂസായി, ഒന്ന് മൈൻഡൊക്കെ ഒന്ന് ക്ലിയറായി, അങ്ങനെയൊക്കെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ മദ്യപിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് രണ്ടാമത്തെ സിപ്പ് ഇതാ ഇവിടെ ഈ മറ്റേ സൈഡിൽ നിന്ന് എടുക്കാം. ഞാൻ അല്പം കൂടി കൂലെടുത്തു. സൂപ്പർ. ഈ സാധനം ഇട്ട് വാറ്റിയേക്കുന്ന അതിൻ്റെ ഒരു ഫീല് നമ്മുടെ നാട്ടിൽ സാധാരണ സബർജിൽ തന്നെ
അതിന് മറ്റൊരു വർഗം ആണ് മാത്രമേ ഉള്ളൂ. സൂപ്പർ. ഇപ്പം നമ്മൾ സാധാരണ മദ്യം കുടിക്കുന്നവരെ അല്ലെങ്കിൽ വിസ്കി കുടിക്കുന്നവരെ കുടിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ കുറേ അഭ്യാസങ്ങൾ കാണിച്ചു തലയൊക്കെ ഇങ്ങനെ വെട്ടിച്ച് അങ്ങനെയൊന്നും കുടിക്കേണ്ട കാര്യമില്ല ഈ വാറ്റ്. സാധാരണ ഇതെന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്, നല്ല 40% സാധനമാണ്. അത്യാവശ്യം ഒരു 90 ഒഴിച്ചു, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻറ്റ് ഒഴിച്ചു. അതിനുശേഷം എന്താ ഇങ്ങനെ സിപ്പ് എടുത്ത് കഴിച്ചാൽ ഒരു കുഴപ്പമില്ല. അതോടൊപ്പം തന്നെ വേൾഡിലെ ഫേമസ് ആയ പല വാറ്റുണ്ട്. എന്തിന് വേൾഡിലെ കാര്യം പറയണം, നമ്മുടെ അയൽ സംസ്ഥാനമായ നമ്മുടെ ഗോവയിൽ അവിടെ അവരുടെ മെയിൻ ട്രഡീഷണൽ ആയിട്ടുള്ള വാറ്റാണുള്ളത്, എല്ലാവർക്കും അറിയാവുന്ന ഫെനി. മെക്സിക്കൻ വാറ്റായ നമ്മുടെ ടക്കീല, അപ്പോൾ അത് വേൾഡ് ഫേമസ് ആണ്. അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും അവരുടേതായ വാച്ചുണ്ട്, അത് നല്ല രീതിയിൽ ബ്രാൻഡായ രീതിയിൽ ഇറക്കിയിട്ടുമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് നമ്മുടെ കേരളത്തിൽ അത് ഇല്ല എന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പറ്റില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ നമ്മുടെ വാറ്റ്, നമ്മുടെ ട്രഡീഷണൽ രീതിയിൽ ചെയ്തു വയ്ക്കുന്ന വാറ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് സാധനമാണ്. സത്യം പറഞ്ഞാൽ വേണമെങ്കിൽ ഗവൺമെൻറ്റിന് അത് നമ്മുടെ നാട്ടിൽ അത് ചെയ്യാവുന്നുള്ളൂ. കാരണം ഇതൊരു വലിയ കാര്യമൊന്നുമല്ല. കാരണം എല്ലാ രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് വേണമെങ്കിൽ നമ്മുടെ തൊട്ട് അയൽ സംസ്ഥാനത്തിലെ ഗോവയിൽ വരെ ഉണ്ട്. അത് ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കിയിട്ട് ട്രഡീഷണൽ രീതിയിൽ തന്നെ നമ്മുടെ ബിവറേജ് വഴി തന്നെ വിൽക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ അകത്തൊരു റോങ് ആയിട്ടുള്ളൊരു കാര്യം എനിക്ക് തോന്നുന്നില്ല. സത്യം പറഞ്ഞാൽ അതിനെ ആ രീതിയിൽ പ്രൊമോട്ട് ചെയ്യുക എന്ന് വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞാൽ വിദേശ മദ്യങ്ങളുടെ ആ ഒരു ചേരുവകളൊക്കെ ചേർത്ത് പല മദ്യങ്ങളും റമ്മുകളും ഒക്കെ നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും പ്രിയപ്പെട്ട വാറ്റ് ഏതെങ്കിലും നല്ല ഫ്ലേവറിൽ തന്നെ ഉണ്ടാക്കിയിട്ട് അത് നമ്മുടെ ബിവറേജിൽ കൂടി എന്തുകൊണ്ട് വിറ്റുകൂടാ? കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ലോക എല്ലാ സ്ഥലങ്ങളിലും ട്രഡീഷണലായിട്ട് അവരുണ്ടാക്കുന്ന ഓരോ സ്ഥലങ്ങളിലെയും നല്ല വില കൂട്ടിയിട്ടാണ് ഇത് നമുക്ക് മേടിക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ ആക്ച്വലി ഇതിന് വില എന്ന് പറഞ്ഞാൽ ഈ 2000 രൂപയ്ക്ക് മുകളിലാണ്. ഇത് ഈ പറഞ്ഞ പോലെ 1 ലിറ്റർ ഒന്നും ഇല്ല. ഓക്കെ, ഏകദേശം ഒരു ഫുള്ളാണ് ഇതുള്ളത്. അപ്പോൾ ഇതിന് വില 2000-ന് മുകളിലാണ്. അപ്പം നല്ല ട്രഡീഷണൽ രീതിയിൽ ഉണ്ടാക്കിയാൽ നമ്മുടെ നാട്ടിലും നല്ല വില കൊടുത്ത ആൾക്കാർ മേടിക്കാനുണ്ടാവും. ഇനി എന്താണെങ്കിലും നമുക്ക് ബാക്കിയിട്ട് കുടിക്കാം. ഇതുകൂടെ തീർക്കാം. കൊള്ളാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നതോ അതിമനോഹരം. നമുക്ക് കാണാൻ മറ്റു എപ്പിസോഡേയും മറ്റൊരു വിഷയവുമായി ഞാൻ വരും, നിങ്ങളുടെ സ്വന്തം ജോബിയോ. അല്ലെങ്കിൽ അതുവരേക്കും ഷോർട്ട് ബ്രേക്ക്.